ആയിരുന്നില്ലല്ലോ ശിവേട്ടൻ. അതിപ്പോ ഞാനല്ല, ആരായിരുന്നാലും അങ്ങനെയൊക്കെ വിചാരിക്കൂ. ഞാൻ ഒഴിഞ്ഞു പോകുന്ന കരുതിയല്ലേ? എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ശിവേട്ടന്? നിന്നെപ്പറ്റി ഓരോന്ന് കേട്ടപ്പോ, നീ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ എല്ലാം മറന്നുവല്ലേ? ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അച്ചോട്ടൻ എന്നെ കണ്ടിട്ടില്ല. അപ്പം വന്ന് ഇടയെ വീണില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ ആ തെണ്ടിയെ തല്ലിക്കൊന്ന് കൊക്കെ തള്ളിയനെ. ഒക്കെ നശിപ്പിച്ചു. ഒരു രക്ഷകൻ. തല്ലാനും കൊല്ലാനും നിന്നെ ആരാ ഏൽപ്പിച്ചത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട. പക്ഷെ ഇവളെ പറ്റി അനാവശ്യം പറഞ്ഞ് നടന്നാലേ തല്ലും. അത് നീ ആണെങ്കിൽ പോലും തല്ലും, ചിലപ്പോ കൊല്ലും. നീ പോടി അവിടുന്ന്. നിനക്കെന്താണ് കാര്യം? അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. അതാ എനിക്കും പറയാനുള്ളത്. നീ ആരാണെന്നാ നിന്റെ ഭാവം? ദാതയോ? കണ്ട തുമ്മാളികളെ കൂട്ടുപിടിച്ച് തല്ലാൻ നടക്കുന്നു. തലയിരിക്കുമ്പോ വാലാടണ്ട. പോട്ടെ മൂപ്പ, അവൻ അറിയാതെ ചെയ്തതല്ലേ? അല്ല, അറിഞ്ഞോണ്ട് തന്നെ ചെയ്തത്. പോക്കത്തിനും കാണിച്ചാൽ പോരാ. നീ നാളാകുന്നു പോകത്ത്. നീന്നില്ലേ? ആനയെ മെരുക്കുന്നവനാണ്. ആണായാൽ നേരിട്ട് തീർക്കണം, അല്ലാതെ ആളെ വിട്ട് തല്ലിക്കുന്നത് ആണത്തമല്ല. മൂപ്പന് തോന്നുന്നുണ്ടോ ചന്തക്കവലയിലെ വഴക്കും വെക്കാണോ ഞാനാ ഉണ്ടാക്കിയെന്ന്? വേണമെങ്കിൽ എനിക്ക് ഇതിനും ഒറ്റയ്ക്കാകാമായിരുന്നു. നിനക്കറിയാമോ, നിന്നെ കൊണ്ട് രാധയെ കെട്ടിക്കണമെന്ന് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് ഇവനാണ്. നെറിയുള്ളൊരു പാപ്പാൻ കൂടെ നടക്കുന്നവരെ ചതിക്കില്ലടാ. അച്ചുവേട്ടൻ ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. പദം വന്ന ആനയ്ക്ക് കൂവച്ചെണ്ണയുടെ വേര് കൊടുത്ത ആരാണെന്ന് എനിക്കറിയാം. അതെന്തിനാണെന്നും അറിയാം. അതവൻ തന്നെയാ, വാവച്ചൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, കെണി വെച്ചത് അച്യുതന്, വീണത് ശിവൻ. ഇനിയിപ്പൊ അവര് തമ്മിലായിക്കോളും കളി. അല്ലാടാ കിളി? വാവച്ചനാശാന്റെ കള്ളക്കോലി ശരിക്കങ്ങ് കൊണ്ടു. സമ്മതിക്കണം, ആശാന്റെ ഒരു ബുദ്ധി ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. അച്യുതൻ പന്തി കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് എനിക്ക് കാണണം. അതുവരെ കളിക്കോടാ ഈ പാവച്ചൻ. ശിവനും ചന്ദ്രനും ഇപ്പൊ എന്റെ കയ്യിലാണ്. ഞാൻ പറഞ്ഞാൽ ഇനി അവന്മാർ എന്തും ചെയ്യണം. ഇല്ല, ഇനി ഒന്നും ചെയ്യില്ല. അങ്ങനെ വല്ലതും താൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ചതിയും കന്നക്കോലും കൊണ്ടുള്ള തന്റെ ഈ വൃത്തിയേറ്റ കളിയുണ്ടല്ലോ, അതിന് വേണ്ട. കളിക്കവിടാ. രണ്ടിലൊന്നും അറിയുന്നത് വരെ വാവച്ചൻ കളിക്കും. നീ നോക്കിക്കോ. അന്ന് ഈ കത്തി തന്റെ ചോരയുടെ രുചി അറിയും. കയ്യും കാലും വെട്ടിയറിഞ്ഞ് കുഴി തള്ളും ഞാൻ. തനിക്കറിയാലോ ശിവനെ, കാരക്കോല് പിടിപ്പിച്ചതുകൊണ്ട് എല്ലാം ക്ഷമിക്കുമെന്ന് കരുതണ്ട. ഇനി എനിക്കിട്ട് വച്ചാൽ ഒന്നാം പാപ്പൻ പന്തി കാണത്തില്ല, പറഞ്ഞേക്കാം. ഗൗരി അച്യുതന്റെ വെപ്പാട്ടിയാണെന്ന് പന്തിയിലൊക്കെ ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എന്റെ തമ്പുരാൻ കുന്നപ്പാ, ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നവന്റെ നാവ് പുഴുത്തു പോകത്തേ. സാരമില്ല ഇടത്തി, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ ഇതെല്ലാം താനെ നിന്നോളും. ഇല്ല, ഞാൻ നിർത്തിക്കും. അതിന് തന്റെ കൂടെ പോർക്കാൻ വന്നിട്ട് വേണ്ടേ നിർത്താനും ഇരുത്താനും? ചെറ്റത്തിനും പറഞ്ഞു നടക്കുന്നവന്റെ നാക്കിയാൻ ആർക്കും. എന്നാ പോയി അറക്കണേ ആ അച്യുതന്റെ, ഒന്ന് കാണട്ടെ. വിചാരിച്ചിരിക്കുന്നേ? ചെല്ലുന്നിടത്തൊക്കെ ഭാര്യമാര് വേണോന്ന് തോന്നണതേ ഒരു രോഗ. ആ ഭൂതിയും കൊണ്ട് എന്റെ അടുത്ത് വന്ന കുറ്റിച്ചൂലുണ്ട് മുഖത്തടിക്കും ഞാൻ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടി. ആണാന്ന് പറഞ്ഞാ പോരാ, അന്തസ് വേണം. പെണ്ണാണെന്ന് ഞാൻ കൂട്ടാക്കാൻ കേട്ടോ. ഓ, ഒരാണിറങ്ങിയിരിക്കുന്നു. എന്താ ഗൗരി? ഇയാള് പറഞ്ഞു നടക്കുന്ന തോന്നിയാസങ്ങളെ കുറിച്ച് ശിവനെങ്കിലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? കാര്യം എന്താണെന്ന് പറ. പന്തിയിൽ പണിക്ക് വരുന്ന പാപ്പാമാർക്ക് കേറി ഇറങ്ങാനുള്ളതല്ല എന്റെ വീട്. ആ കട്ടിൽ കണ്ട് താൻ പണിക്കണ്ട. ഗൗരി നിർത്ത. തനിക്ക് പേടിയാണ്, എനിക്കൊരവനെയും പേടിയില്ല. പറയേണ്ടത് പറഞ്ഞേ ഗൗരി പോകൂ. ഞാൻ ഇയാളുടെ വെപ്പാട്ടിയാണ് പോലും. പാവപ്പെട്ട പെണ്ണുങ്ങളെ പേപ്പിക്കാൻ നടക്കുന്ന എന്തടി നീ കരുതിയേ? നിന്റെ ഈ തൊലിവെളുപ്പ് കൊണ്ട് മയങ്ങുന്നവനല്ല ഞാൻ. പിഴപ്പിക്കാനും പൊറപ്പിക്കാനും നടക്കുന്നവനായിരുന്നെങ്കിൽ നിന്നെ പോലെ 100 എണ്ണത്തിന് എനിക്ക് കിട്ടിയനെ. ഇനി ഇതുപോലെ ചെറ്റവർത്താനം പറഞ്ഞാൽ നാവരിഞ്ഞ് കളയും ഞാൻ.
എന്തൊക്കെ അനാവശ്യങ്ങളാ പറഞ്ഞത്? ആരാ ഈ നുണയെല്ലാം ഗൗരിയോട് എഴുന്നള്ളിച്ചത്? വേറെ ആരാ? ആ പഴുന്തന്നെയാവും. ഈ കേട്ടതൊന്നും സത്യമല്ല ഗൗരി. പന്തിയിലൊന്നും അങ്ങനെ ഒരു സംസാരവും ഇല്ല. ഗൗരി കരുതുന്ന പോലെ ഒന്നുമല്ല. അച്ചോട്ട് ആളൊരു പാവാ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിങ്ങനെ ഛേ. ഒറ്റയ്ക്ക് ഇങ്ങനെ കഞ്ഞി വെച്ചും കാപ്പി ഉണ്ടാക്കിയും എത്ര നാൾ കഴിയാനാണ് ഭാവം? ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ചുവേട്ടനെ സഹായിക്കാമെന്ന് വെച്ചാ എനിക്കൊട്ട് സമയമില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ കണ്ടിട്ടാണോ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്? വളച്ചുകെട്ടും ചുറ്റിക്കളിയുമില്ല, നേരിട്ട് അങ്ങ് പറഞ്ഞേക്കാം. അച്ചുവേട്ടൻ ഒരു പെണ്ണ് കെട്ടണം. ഓഹോ, ഇതാണോ വലിയ ആനക്കാര്യം? അതെ, ആനക്കാര്യം തന്നെയാ. അച്ചുവേട്ടൻ എന്താ ഒരു കുറവ്? ആരോഗ്യമില്ലേ? പിന്നെ സൗന്ദര്യം എന്റെ അത്ര ഇല്ലെങ്കിലും അല്ല, അച്ചുവേട്ടനെ കണ്ട ആരും കുറ്റം പറയില്ലല്ലോ. നമുക്കതങ്ങ് ആലോചിക്കാം. ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ ആരിച്ചതിന്റെ പുറഞ്ഞാൻ പൊളിക്കും. അത് ശരി. മൂത്ത് നരച്ച മൂക്കി പല്ല് വന്നാ പിന്നെ പെണ്ണന്വേഷിച്ച് നടന്നാ പെണ്ണ് കിട്ടാതെ വരും. ഇപ്പോഴാവുമ്പോ ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്യുതം പാപ്പാന് പറ്റിയ ഒരു പെണ്ണ്. എന്ന് തുടങ്ങി ദല്ലാള് പണി? വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇത്തിരി ദല്ലാള് പണി ചെയ്യാനും ശിവന് മടിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളെ തല്ലിയ ഈ കൈ കൊണ്ട് തന്നെ ഒരു മിന്നി കെട്ടി ആ പാവത്തിനെ രക്ഷിച്ചുകൂടെ അച്ചുവേട്ടാ? നമ്മുടെ ഗൗരി എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇഷ്ടവും ഇഷ്ടക്കേടവും അല്ല പ്രശ്നം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുടുംബം, ജീവിതം, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. തൽക്കാലം ആലോചിക്കുന്നില്ല. അല്ല, കല്യാണം നീ നിന്റെ പണി നോക്കി ശിവ. കാമം, ദാനം, ഭേദം, ദണ്ണം എല്ലാ മുറയും പ്രയോഗിച്ചു നോക്കി. അച്ചോട്ടനൊന്ന് സമ്മതിക്കണ്ടേ? ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ അങ്ങേര് മതമിളകി ആനയെ പോലെയാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെരുവഴിയാവോ? എന്റെ ബുദ്ധിയെ കുറിച്ച് എന്താ വിചാരിച്ചേ? നീ നോക്കിക്കോ, ശിവൻ ഒരു കളി കളിക്കാൻ പോവാ. ഗൗരി ചേച്ചിയുടെ സ്വഭാവം എനിക്ക് പേടിയാവുന്നു ശിവേട്ടാ. ആദ്യം നിന്റെ മുഖത്ത് ഈ പേടി മാറ്റി, എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തില് ഇങ്ങനെ നിൽക്കുക. നീയല്ലേ ഏറ്റത് കൊടുത്തോളാവുന്ന? എന്നിട്ടിപ്പോ എനിക്ക് വയ്യ. ദാ ശിവേട്ടൻ തന്നെ കൊടുക്ക്. പിന്നെ എന്തിനാ നീ എന്റെ കൂടെ വന്നത്? എന്തിനാടി? എന്താ ഇവിടെ രണ്ടാളും കൂടെ ഒരു തർക്കം? ആ, ഗൗരി തന്നെ പറ. ഒരാൾ ഒരു കാര്യം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചാ നമ്മളെ ചെയ്യണോ വേണ്ടയോ? പിന്നെ വേണ്ടേ? കേട്ടല്ലോ, അതങ്ങ് കൊടുക്ക. കൊടുക്കാൻ. എന്താ ഇത്? തുറന്നു നോക്ക്. ഗൗരിക്ക് തരാൻ അച്ചുവേട്ടൻ തന്നയച്ചതാ. ഗൗരിയെ തല്ലിയതിന്റെ കുറ്റബോധം കൊണ്ട് അച്ചുവേട്ടൻ കാട്ടിൽ കൂടെ ഒരു മതയാനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുക. ഊണില്ല, ഉറക്കമില്ല, മദ്യപാനമില്ല, കാപ്പൂടിയില്ല. ഈ പുറംപൂച്ചേ ഉള്ളൂ. ഒരു കുട്ടി ആനയുടെ മനസ്സാ. ആദ്യം ഇടയും, പിന്നെ വീണ്ടും ഇടയും. അങ്ങനെ ഇണങ്ങുന്നവരെ അടഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലേ? ശരി ചേച്ചി. ഗൗരിക്ക് അച്ചുവേട്ടനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ സാരി ഉടുത്തോണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻകുന്നിലെ ചരുവിൽ വരാൻ പറഞ്ഞു. അതെ ചേച്ചി, അവിടെ ചെന്നില്ലെങ്കിൽ പിണക്കം തീർന്നിട്ടില്ലെന്ന് കരുതി അച്ചോട്ട് തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞത്. പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു കാട്ടുപോത്ത അച്ചുവേട്ടൻ. ഈ സാരി പിടിക്ക്. എന്താ ചേച്ചി? പിടിക്കാൻ. ആണത്വത്തോടെ നേരിട്ട് വന്ന് ആ മനുഷ്യൻ എന്റെ കയ്യിൽ സാരി തന്നിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയേനെ. പോയി പറഞ്ഞേരെ, ഈ ചുറ്റിക്കളിക്കൊന്നും ഗൗരിയെ കിട്ടില്ലാന്ന്. അല്ല, കൊണ്ടുകൊടുക്കടാ. എനിക്ക് ശത്രുവാച്ചൻ അവളാരാ? എന്നെ കെട്ടോളോ? കെട്ടിയവളാണോ കെട്ടാത്തവളാണോ ഇനി കെട്ടാൻ പോണവളാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിന്റെ അവിടെ ചെന്നില്ലെങ്കിൽ അച്ചുവേട്ടന്റെ പിണക്കം തീർന്നിട്ടില്ല എന്ന് കരുതി കെട്ടിത്തൂങ്ങി ചാവുമെന്നാ ഗൗരി പറഞ്ഞിരിക്കുന്നത്. ഗൗരി പറഞ്ഞതാ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്തോ. കരിങ്കല്ല നിങ്ങളുടെ മനസ്സ്. ഒരു പാവപ്പെട്ട പെണ്ണ് സ്നേഹത്തോടെ തന്നേറ്റ സമ്മാനം നിഷ്കരണം വലിച്ചെറിഞ്ഞു.
ദുഷ്ടൻ, കഷ്ടം. മനസാവാച അറിയാത്ത കാര്യങ്ങൾ പന്തിയിൽ വന്ന് വിളിച്ചു പോയവളുടെ ഒരു സമ്മാനം. ആർക്കും ഒരു തെറ്റ് പറ്റും, അതേ ഗൗരിക്കും പറ്റുള്ളൂ. ഇനി ഈ ഷർട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണെങ്കിൽ ദാ അതേപോലത്തെ 2 ജുബ്ബ വാങ്ങിച്ചു തരാൻ പറയാം. ഗൗരി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ ഉത്തരവാദി അച്യുതൻ പാപ്പാനായിരിക്കും. അത് ഞാൻ അങ്ങ് സഹിച്ചു. മേലെ അവളുടെ വക്കാലത്തോണ്ട് എന്റെ അടുത്ത് വന്നാ അറിയാമല്ലോ അച്ഛനെ. അയ്യോ ദേ നോക്ക് ചേച്ചി, ആളെവിടെ? തമ്പ്രാൻ കുന്നപ്പനെ കണ്ട് തൊഴുതിട്ടേ തൂങ്ങിച്ചവൻ വരുള്ളെന്നാ ശിവേട്ടൻ പറഞ്ഞത്. ഏതായാലും അച്ചോട്ട് വരുന്നതിന് മുമ്പ് ചേച്ചി വേഗം കുരുക്കം കഴിക്കേ. ചെല്ല് ചേച്ചി, എന്നെ കാണണ്ട. ചെല്ല്, വേഗം ചെല്ല്. അച്യുതാ, ദേ, കളി കാര്യമായി. ഗൗരി ദാ കെട്ടിത്തൂങ്ങി ചാവാൻ പോകുന്നു. വേഗം ചെന്ന് രക്ഷിക്ക. ചെല്ല് അച്യുതാ. അല്ല അച്യുതാ, ആ ഹതഭാഗ്യ രക്ഷിക്ക. ചെല്ല്. ജീവൻ. വേഗം വേഗം. അയ്യോ, സമയം പോടും, സമയം പോടും. അങ്ങോട്ട് ചെല്ല്. ഗൗരി എന്താ ഇത്? പറഞ്ഞു എന്തായാലും വലിയ ഡ്രൈവറായി. അച്ചോട്ട് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. അപ്പൻ എന്തേടി? ഈ പണി അപ്പന് ഇഷ്ടമല്ലെങ്കിലും കന്യോട്ടം അല്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇതാ അഡ്വാൻസ് കിട്ടിയപ്പോ വാങ്ങിയതാ. ഇത് അപ്പന്, ഇത് നിനക്ക്. വേണ്ട, കണ്ട കള്ളന്മാരുടെ കൈ കൊണ്ട് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിച്ചൊന്നും ഇവിടെ ആർക്കും വേണ്ട. അപ്പാ ഒരു കള്ളപ്പണിയും ചെയ്യാതെയാ ഇത്രയും നാളെ നിങ്ങളെ ഞാൻ വളർത്തിയത്. ഒന്നും ഒരു കുറവും വരുത്താതെ. ഡ്രൈവർ പണി കള്ളപ്പണിയാണോ? ആനപ്പണിയേക്കാൾ അന്തസ്സുണ്ട്. അന്തസ്സില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ തെക്കന്റെ ലോറിയിലെ പണി നിനക്ക് വേണ്ട. വളയം തരാൻ ആരും ഇല്ലായിരുന്നപ്പോ തന്നത് തെക്കനാ. അപ്പന്റെ വാക്ക് കേട്ടത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് വയ്യ. എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ കഴിയാമെന്ന് നീ കരുതണ്ട. എന്ത് ചെയ്താലും അത് ധിക്കാരമായിട്ട് അപ്പന് തോന്നും. അതിന് ഞാനെന്ത് ചെയ്യും? ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നീ ഈ പണിക്ക് പോണ്ട എന്ന് അപ്പം മാത്രം തീരുമാനിച്ചാൽ മതിയോ? മതിയടാ. ഈ വീട്ടിൽ എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ വയ്യെങ്കില് നിന്റെ പാടായിക്കോ. പക്ഷെ മേലാലി മുറ്റത്ത് കാലുകുത്തരുത്. ഇല്ല, എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. വേണ്ടെങ്കിൽ ഇറങ്ങടാ, ഇറങ്ങടാ വട്ടി പുറത്ത്. അപ്പാ എന്താ ഇത്? വേണ്ട, പോട്ടെ. അവന് തോന്നുമ്പോ വരട്ടെ. ഇല്ലെങ്കില് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കാം.